എവർഗ്രീൻ ഹീറോ ജയറാമിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. ഇന്നലെയാണ് പോയി കണ്ടത്. എബ്രഹാം ഓസ്ലർ റിട്ടൺ ബൈ ഡോക്ടർ രൺധീർ കൃഷ്ണൻ, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി മിഥുൻ മാനുവൽ തോമസ്. മിഥുൻ മാനുവൽ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട്, വളരെ അധ്വാനിച്ചിട്ട്, വളരെ ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള എൻ്റർടൈനർ മൂവീസ് നമുക്ക് തരാൻ കഴിവുള്ള ആളാണ്. ആട് 2, അതേപോലെ 5-ാം പതിര, അതുപോലുള്ള നല്ല നല്ല പടങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരുപാട് നല്ല പടങ്ങൾക്ക് തിരക്കഥ ഒരുക്കുകയും, ഈ ഗരുഡൻ പോലുള്ള പടങ്ങൾക്ക് തിരക്കഥ ഒരുക്കുകയും ഒരുപാട് നല്ല ത്രില്ലർ മൂവീസ് നമുക്ക് തരികയും സമ്മാനിക്കുകയും ചെയ്ത ഒരു മിടുക്കനായിട്ടുള്ള, അതിമിടുക്കനായിട്ടുള്ള ഡയറക്ടറാണ് മിഥുൻ മാനുവൽ തോമസ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ വരുന്ന പടം പോരാത്തതിന് നമ്മളുടെ എവർഗ്രീൻ ഹീറോ ആയിട്ടുള്ള ജയറാമട്ടെ ഈ പടത്തിൽ അഭിനയിക്കുന്ന നായകനായിട്ട് എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ജയറാമിൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ ഒരു പടം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ ഈ പടത്തിൽ ഞാൻ കയറിയത്. ഒട്ടും പ്രതീക്ഷ തെറ്റിക്കാത്ത രീതിയിൽ നല്ല ഒരു എൻ്റർടൈനർ മൂവി, നല്ലൊരു ത്രില്ലർ മൂവി, ഒരു മെഡിക്കൽ സൈക്കോളജിക്കൽ അതേപോലെ തന്നെ ഒരു ക്രൈം ആക്ഷൻ ഡ്രാമ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹോംവർക്ക് ഈ പടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ പടം അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിരക്കഥ എഴുതലും മാറ്റി എഴുതലും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പടം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞത്. ഡോക്ടർ രൺധീർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പടത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. നല്ല രീതിയിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ആൾക്കാർക്ക് പാലറ്റബിൾ ആയിട്ടുള്ള ദഹിക്കുന്ന രീതിയിൽ ഈ പടം ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ സ്പീഡാണ്. നല്ല രീതിയിൽ തന്നെ പടം മുന്നോട്ട് പോകുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി അതൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പടം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സ്ലോ ആയിട്ട് മെല്ലെപ്പോക്ക് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ പടത്തിലെ ഫസ്റ്റ് ഹാഫ് ഷൂ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത്രക്കും സ്പീഡാണ്. നല്ല രസത്തിൽ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബാക്ക് സ്റ്റോറി ആണെങ്കിലും ശരി ഒക്കെ നല്ല മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജയറാമിൻ്റെ അപ്പിയറൻസ്, ACP എബ്രഹാം ഓസ്ലർ എന്നുള്ള ക്യാരക്ടർ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെറ്ററൻ പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ട്രാജഡി, അതേപോലെ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഡിപ്രഷൻ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോർട്രേ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. മിഥുൻ മുകുന്ദൻ, ഈ പേര് ഓർത്തിരുന്നോളൂ. മിഥുൻ മുകുന്ദൻ എന്നുള്ള ഈ ഒരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ചരിത്രത്തിൽ എഴുതപ്പെടും. അദ്ദേഹത്തിൻ്റെ ഈ വർക്ക്, ഈ പടത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സ്കോർ, ഒറിജിനൽ സ്കോർ പെർഫെക്റ്റാണ്. ഈ പടത്തിൻ്റെ മൂഡ് മൊത്തം നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് മിഥുൻ മുകുന്ദന് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിലെ അഭിനേതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുള്ള ജഗദീഷ്, അതേപോലെ ദിലീഷ് പോത്തൻ, കൂടെയുള്ള അനശ്വര രാജൻ, പിന്നെ ഒരു സെന്തിൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, പിന്നെ ആര്യ സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു SI ആയിട്ട് കൂടെ ഉള്ള ഒരു അസിസ്റ്റൻ്റ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അനൂപ് മേനോനുണ്ട് പടത്തിനകത്ത്. നല്ല രീതിയിൽ തന്നെ ഇവരൊക്കെ പടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട്. സൈജു ഗ്രൂപ്പുണ്ട്. എല്ലാവർക്കും അവരുടെ റോള് ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രിസണറായിട്ട് അഭിനയിക്കുന്ന അർജുൻ അശോകൻ, അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള സീനുകളും പിന്നെ ക്ലൈമാക്സിൽ ഒരു ടൈലൻ്റ് ഉണ്ട്, അതും കൂടെ കാണണം. ആ ഒരു ടൈലൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീനുകളും ഒക്കെ എക്സലൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാൻ ഈ പടത്തിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമിയോ റോളാണ്. ആ ഒരു ക്യാമിയോ റോള് ഈ പടത്തിൽ കൊടുത്ത മൈലേജ്, അല്ലെങ്കിൽ കൊടുക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഹൈപ്പാണ്. അത്രക്കും ഭയങ്കര ഒരു ഗ്രാഫാണ് ഈ പടത്തിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു ക്യാമിയോ റോളിന് കഴിഞ്ഞിട്ടുള്ളത്. ആ ക്യാമിയോ റോൾ ആരാ ചെയ്യണമെന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്തവരോട് ആ സസ്പെൻസ് പൊളിക്കണ്ടെന്നുള്ളതുകൊണ്ട്, സ്പോയിലർ ആവണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. പക്ഷേ ഈവൻ അത് അറിഞ്ഞാൽ പോലും ഈ പടത്തിൻ്റെ ഒരു ആസ്വാദനത്തിന് ഒരു തെല്ലും ബാധിക്കൂല. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്താണ് ഈ കഥ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ കഥ പിന്നെ ഉണ്ടാവുന്ന രീതി, അതിൻ്റെ പ്രോഗ്രഷൻ, എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഈ കില്ലിങ് നടത്തുന്നു, എന്താണ് ഇവരുടെ മോട്ടീവ്, എന്താണ് ഇവരുടെ എയിം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ആൾക്കാരുടെ മനസ്സിലേക്ക് പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ഇവർ റിവെഞ്ച് എടുക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ കാര്യം അത് ഓഡിയൻസിനും കൂടെ ബോധ്യമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള തീർക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ
എൻഗേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പോകുന്നത് നല്ല രീതിയിൽ ഒരു ഫാസ്റ്റ് ആയിട്ട് ത്രില്ലർ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ആരാണ് കൾപ്രിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതോടെ അത് സെക്കൻഡ് ഹാഫ് മുതലുള്ളത്. നമ്മൾ വിചാരിക്കുക പടത്തിന് ഇനി ഒരു ത്രില്ല് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വിചാരിക്കുക. പക്ഷേ അതിനൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു പടങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പടത്തിന് വലിയൊരു ത്രില്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അതിന് ശേഷം കുറേ സസ്പെൻസുകളും കുറേ ത്രില്ലിങ് എലമെൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കുത്തി നിറച്ചിട്ടുണ്ട് പടത്തിനകത്ത്. അത്രക്കും നല്ല രീതിയിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. ക്ലൈമാക്സിന് ഒരു 2 or 3 പാർട്ടായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. അതിൽ ഈ ക്യാമിയോ റോളിൽ വരുന്ന ഒരാളുടെ ക്ലൈമാക്സ്, പിന്നെ അതേപോലെ തന്നെ അയാളുടെ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് ഉണ്ടാവണ പല പല ഇവൻറ്റ്സ്, പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഒരു സ്റ്റേജ് ഇവൻറ്റിൽ നടക്കുന്ന ഒരു കാര്യം, പിന്നെ അതേപോലെ ഒരു ഫൈനൽ ടെയിൽ എൻഡിൽ ഒരു സംഭവമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പടത്തിന് നമുക്ക് അത്രക്കും എൻഗേജ് ചെയ്യുന്നതും അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മസ്റ്റ് വാച്ച് എന്ന കാറ്റഗറിയിൽ ഈ പടം പെടുത്തുന്നതുമാണ്. ഒരുപാട് ത്രില്ലിങ് എലമെൻറ്റ്സ് ഈ പടത്തിലുള്ള മാതിരി എനിക്ക് തോന്നിയത്. ജയറാം ഈ പടത്തിൽ വരുമ്പോൾ നമുക്കറിയാം ജയറാം ഇങ്ങനത്തെ ഒരു ത്രില്ലർ മൂവീസൊന്നും മുമ്പ് അല്ലെങ്കിൽ ആക്ഷൻ മൂവീസൊക്കെ മുമ്പ് ചെയ്തതൊന്നും അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടമല്ല. പക്ഷേ ജയറാമിനെ അത് ഒരുപാട് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാതെ ജയറാമിൻ്റെ കൂടെയുള്ള ഈ സെന്തിൽ കുമാറാണെങ്കിലും ശരി, ഈ ആര്യ സലീം എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയാണെങ്കിലും ശരി, അവരെ കൊണ്ട് തന്നെ കൂടുതൽ പണിയെടുപ്പിച്ചിട്ട് ആ രീതിയിൽ ആൾക്കാർക്ക് ദഹിക്കുന്ന രീതിയിൽ ജയറാമിനെ സൂപ്പർ ഹീറോയിസ് ഒന്നും കാണിക്കാത്ത രീതിയിൽ ഈ പടം നല്ല ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്, അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സംശയവുമില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പടത്തിൽ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടത് ഇതിൽ ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ കൂടെ തന്നെ തിരക്കഥയുടെ ആ ഫ്ലോ, പ്ലസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിഥുൻ മുകുന്ദൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ അതുല്യ അപാര പെർഫോമൻസ്. അത്രക്കും നല്ലൊരു ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അദ്ദേഹം ഈ പടത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നമ്മളെ ശരിക്കും പിടിച്ചിരുത്തും. പടത്തിൻ്റെ മൂഡ് നിയന്ത്രിക്കുന്നത് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഇങ്ങനെ കൊണ്ടുപോകും നമ്മളെ, എന്തൊക്കെയോട് വാരി വിതറി തരികയാണ് നമുക്ക്. അത്രക്കും വലിയൊരു ഫിയസ്റ്റയാണ് ഈ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പടം വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടയേർഡായിട്ടുള്ള ടൈമിൽ പോയിട്ട് കണ്ടിട്ട് പോലും ഒരുപാട് എൻഗേജ് ചെയ്യാനും ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനും തോന്നി. ഇതിലെ സെക്കൻഡ് ഹാഫിൽ പറയുന്ന കുറേ കാര്യങ്ങൾ മെഡിക്കൽ കാര്യങ്ങളാണ്. പക്ഷേ മെഡിക്കൽ കാര്യങ്ങൾ മിക്ക ആൾക്കാർക്കും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവർ റിപ്പീറ്റഡ്ലി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ ലേമാന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പാകത്തിൽ മനസ്സിലാക്കുന്നത് അത് പറയാതെ പറയുക തന്നെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അത് റിപ്പീറ്റഡ്ലി പറയുമ്പോൾ സാധാരണക്കാരന് വരെ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ഈ ഒരു ഡയറക്ടർക്ക് അതേപോലെ തന്നെ തിരക്കഥാകൃത്തിന് സ്റ്റോറി ടെല്ലർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഒട്ടും ലാഗില്ല, നല്ല ത്രില്ലിംഗ് ആണ്. പിന്നെ ഈ പടത്തിലെ ഒരു ഫൈനൽ ടൈലൻറ്റ് അത് കാണാതെ തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോരുത്. അത് അത്രക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. ആ ഒരു സീനോടെ ഈ പടത്തിന് ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പടത്തിന് ഒരു സെക്കൻഡ് ഹാഫ് വരും. ആ രീതിയിലാണ് ഈ പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സീരീസ് ഈ പടത്തിനെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതും നമുക്ക് മനസ്സിലാവും. കാരണം അത്രക്കും നല്ല 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 മുഹൂർത്തങ്ങൾ ഈ പടത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ഇപ്പോൾ അടുത്തൊന്നും നല്ലൊരു പടമൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നേരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കണ്ടു കഴിഞ്ഞിട്ട് 20 ദിവസത്തോളമായി ഈ പടം ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഒരു വലിയൊരു പടമൊന്നും ഇറങ്ങാൻ പോകുന്നില്ല, എക്സെപ്റ്റ് ഈ ഒരു മലൈക്കോട്ട വാലിബം വരാൻ 25th. അല്ലാതെ ഒരു ഗംഭീര പടങ്ങളൊന്നും ഇപ്പോൾ അടുത്തൊന്നും വരാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടൈം ഗ്യാപ്പിൽ, ഈ ഒരു 2 ആഴ്ച ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് എൻഗേജ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാമിലി കൊടുക്കണ വേണമെങ്കിൽ കാണാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാം, അല്ലെങ്കിൽ ഒറ്റക്കനെ പോയിട്ട് കാണാം. അത്രക്കും നല്ല ഒരു ഫിയസ്റ്റ് ആയിരിക്കും അബ്രഹാം ഓസ്ലർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം ഉണ്ടാക്കിയിട്ട് ഈ പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതേപോലെ തന്നെ അതിലുള്ള ഓരോരോ കാര്യങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുക. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് അബ്രഹാം ഓസ്ലർ. എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നതിന് നഷ്ടമൊന്നുമില്ല. ഒരു 8 to 8.5 out of 10 അതാണ് ഞാൻ പടത്തിന് കൊടുക്കുന്ന സ്കോർ.